നമസ്കാരം. സാക്ഷി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. നിലമേൽ പഞ്ചായത്തിൽ കുരിയോട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്നും തോട്ടിലേക്ക് ഡ്രെയിനേജ് മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടു. ഈ തോട് ഒഴുകി എത്തിച്ചേരുന്നത് ഇത്തിക്കര ആറ്റിലാണ്. ഇത്തിക്കര ആറ്റിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്നതാണ് ഈ വേനൽക്കാലത്ത്. ആ സമയത്ത് അവിടെയുള്ളവരൊക്കെ തന്നെ കുളിക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ജലം ഇത്തിക്കര ആറ്റിലെ വെള്ളമാണ് എന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിഞ്ഞേണ്ടിയിരിക്കുന്നു. ഇത്തരം മാലിന്യങ്ങൾ ഒഴുക്കിവിട്ട് നമ്മുടെ ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുന്ന പ്രവണത ഇനിയും നമ്മൾ അവസാനിപ്പിച്ചേ മതിയാകൂ. കാരണം വേനൽക്കാലമായാൽ അനേകം വീടുകൾ, അനേകം ആളുകൾ വെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഇത്തരം ജലസ്രോതസ്സുകളെയാണ്. അത് നശിപ്പിച്ചാൽ പാവപ്പെട്ടവർക്ക് വെള്ളം ലഭിക്കാതെ വരും. മാത്രമല്ല, ഈ മഴക്കാലത്ത് ഈ ഡ്രെയിനേജ് മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതോടൊപ്പം തന്നെ മാരകമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനും ഇതിന് കാരണമാകുന്നു. പരാതി ഉന്നയിച്ചവരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതെ, നമുക്ക് ഇതിൽ വഴി നടക്കാൻ പറ്റത്തില്ല. മാലിന്യങ്ങൾ, വേസ്റ്റുകൾ, സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതുകൊണ്ട് നടക്കാതിരിക്കാനും പറ്റുന്നില്ല. വാടക അസുഖക്കാരുള്ളതാണ് കോളനിയിൽ മൊത്തം. കൊച്ചുങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടക്കണം. അതിനെ കൂടെ നമുക്ക് തടസ്സമുണ്ടാവരുത്. ഇങ്ങോട്ട് പോകാൻ വഴി നമുക്ക് നടക്കാൻ വയ്യ. കാറ്റും കാരണം ഒരു വിധത്തിൽ നടക്കാൻ വയ്യ. വേസ്റ്റ് എല്ലാം കോരി വഴിയിലിടുന്ന് പ്ലാസ്റ്റിക് 24 മണിക്കൂറും കക്കൂസ് മാലിന്യം കോരി ഇടുന്നു. വേസ്റ്റ് മൊത്തം അപ്പുറത്തേക്ക് തള്ളുന്നു. നമുക്ക് നടക്കാൻ നിവൃത്തിയില്ലായിരിക്കാം. കുഞ്ഞും കുട്ടിയും അസുഖക്കാരും ഉള്ള കോളനിയാണ്. അതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇത്രയുള്ളത് പറയാം. പ്രദേശവാസികൾ ഈ സ്റ്റാർ ഹോട്ടലിൽ എത്തുകയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതോടുകൂടി ചടയമംഗലം സിയും സംഘവും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ കാണുകയും സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഇപ്പോഴും നാട്ടുകാരുടെ പരാതി, ഇങ്ങനെ ഒരു വാക്കാൽ ഈ പ്രശ്നം ഒതുക്കി വിടുമോ എന്നുള്ളതാണ് അവരുടെ ആശങ്ക. അതെന്തായാലും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. അതോടെ അവർ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഒരു കാര്യം ഓർമ്മിക്കണം, കുടിക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിൽ നമ്മൾ ആരായിരുന്നാലും ശരി, ഇത് നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ബോധപൂർവം ചെയ്യുന്ന ഇത്തരം നടപടികൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.